ഫെബ്രുവരി 10 ശനിയാഴ്ച. മാർക്കോസ് 8 1 മുതൽ 10 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ വായനയിൽ എങ്ങനെ പരസ്പരം സ്നേഹിക്കണം എന്നതിൻ്റെ ഉദാഹരണങ്ങൾ യേശു നമുക്ക് നൽകുന്നുണ്ട്. യേശു വീണ്ടും ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ പ്രസംഗം കേൾക്കാൻ ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നതായി മാർക്കോസ് എഴുതുന്നു. 3 ദിവസമായി അവർ അങ്ങനെ ചെയ്യുന്നതായി സുവിശേഷ വായന പറയുന്നു. ഇപ്പോൾ അവരുടെ ഭക്ഷണവും തീർന്നു. വിശക്കുന്ന ഈ ആയിരങ്ങൾക്ക് എങ്ങനെ ഭക്ഷണം നൽകും എന്നത് ശിഷ്യന്മാർക്ക് ഒരു വലിയ ചോദ്യമായിരുന്നു. എന്നാൽ കർത്താവിന് തൻ്റെ ശക്തിയും കരുണയും കാണിക്കാനുള്ള അവസരമായിരുന്നു അത്. ഒരാൾ 7 അപ്പവും മറ്റൊരാൾ കുറച്ച് മത്സ്യവും നൽകുന്നു. യേശു അവ അനുഗ്രഹിച്ചതിന് ശേഷം ഈ ചെറിയ കാഴ്ച അത്ഭുതകരമായി പെരുക്കി അങ്ങനെ എല്ലാവർക്കും അവരുടെ വയറ് തൃപ്തമാകുവോളം, മാത്രമല്ല ബാക്കി 7 കൊട്ട നിറയ്ക്കുവാനും ഇടയായി. നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. ആളുകൾ പട്ടിണി കിടക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ സുവിശേഷ കഥയിൽ പറയുന്നത് യേശുവിന് അവരോട് അനുകമ്പ തോന്നി എന്നാണ്. പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഇസ്രായേലെ പോലെ ആളുകൾ ദൈവത്തിനെതിരായിട്ട് പരാതിപ്പെട്ടില്ല. എന്നിട്ടും അവരുടെ പ്രശ്നം കർത്താവ് അറിയുകയും അവരുടെ ആവശ്യം നിറവേറ്റാൻ അവൻ വേഗത്തിൽ നീങ്ങുകയും ചെയ്തു. ഒട്ടും സംശയിക്കേണ്ടതില്ല, നമ്മുടെ ദൈവം ഉദാരനാണ്. അവൻ ഗുണനത്തിൻ്റെ ദൈവമാണ്. അപ്പവും മീനും പെരുകുന്ന ഈ കഥ നമ്മുടെ പ്രതീക്ഷയുടെയും ശക്തിയുടെയും ഉറവിടമാണ്. ദൗർബല്യത്തെ മിച്ചമാക്കി മാറ്റുന്നത് നാം ഇവിടെ കാണുന്നു. നമുക്കുള്ളതെല്ലാം അർപ്പിക്കുകയും അവയെ അനുഗ്രഹിക്കാനും വർദ്ധിപ്പിക്കാനും കർത്താവിനോട് അപേക്ഷിക്കാം. അവൻ്റെ ശക്തിയിലും ഔദാര്യത്തിലും വിശ്വസിച്ചാൽ നാം ഒരിക്കലും പട്ടിണി കിടക്കില്ല. യേശു നമ്മോട് കരുണയും ഔദാര്യവും കാണിക്കുന്നത് പോലെ മറ്റുള്ളവരോട് ഉദാരവും കരുണയും ഉള്ളവരായിരിക്കാൻ നമുക്കും പഠിക്കാം. നമ്മുടെ ദരിദ്രനായ അയൽക്കാരനെ സഹായിക്കാനുള്ള വഴികൾ നമുക്ക് എപ്പോഴും കണ്ടെത്താം. നിങ്ങളുടെ ജീവിതത്തിൽ സാധനങ്ങൾ പോരാ എന്ന് തോന്നിയ ഒരു സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സ്നേഹം പോരാ എന്ന് തോന്നിയ അവസരം? ഭക്ഷണമോ സമയമോ വിഭവങ്ങളോ സ്ഥിരമായ ജോലിയോ മറ്റുള്ളവരിൽ നിന്ന് വേണ്ടത്ര പരിചരണമോ ലഭിക്കാതിരുന്ന സന്ദർഭങ്ങൾ? ആ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? ആ കുറവുകൾ നികത്താൻ വേണ്ടി നിങ്ങൾ അവ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നോ? അതോ മറ്റു വഴികളിലൂടെ അവ നികത്താൻ ശ്രമിച്ചോ? സ്വന്തമായി നിങ്ങൾ എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന കുറവ് എന്താണ്? അത് യേശുവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് കർത്താവ് വിചാരിച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിലധികം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാമോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.